അസീർ തൻ്റെ കയ്യിലുള്ള ആടിൻ്റെ ശ്വാസകോശം ഉപയോഗിച്ച് തൻ്റെ രോഗിയുടെ മുറിവ് പരിശോധിക്കുകയാണ്. മുറിവിൻ്റെ ആഴമറിയാൻ ആ കാലത്തൊരു രീതിയായിരുന്നു അത്. രോഗി ആരോഗ്യ ദൃഢഗാത്രനായിരുന്നെങ്കിലും തലയിലേറ്റ മുറിവ് വളരെ അപകടകരമാണ്. ഖുസ്രോയുടെ ഔദ്യോഗിക വൈദ്യനായിരുന്ന അസീർ ഈ വിഷയങ്ങളിൽ കഴിവുറ്റവനായിരുന്നു. മുറിവിൽ നിന്ന് ശ്വാസകോശം ഉപയോഗിച്ച് രക്തം പമ്പ് ചെയ്തെടുത്ത അസീർ തൻ്റെ പ്രതീക്ഷകളെ ഇരുട്ടിലാക്കുന്ന ആ കാഴ്ച കണ്ടു. തലച്ചോറിന്റെ അംശവും പുറത്തു വന്നിരിക്കുന്നു. വിഷാംശമുള്ള വാളുകൊണ്ട് മുറിവ് തലച്ചോറിനെ ബാധിച്ചിരിക്കുന്നു. അദ്ദേഹം രോഗിയോട് പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, അവസാന ഉത്തരവുകൾ നൽകിയാലും അങ്ങ് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അമീർ ഉൽ മുഅ്മിനീൻ അലി ബിൻ അബി ത്വാലിബ്, അതായിരുന്നു അസീറിന്റെ രോഗിയുടെ പേര്. ഇബ്നു മുൽജിമിന്റെ വെട്ട് അലിയാരെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു. വിട പറയാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇനിയില്ല, ലോകത്ത് ഇനിയൊരു സൂര്യോദയവും ഖുലഫാ ഭരണത്തിന്റെ ആനന്ദങ്ങൾ ആസ്വദിപ്പിക്കുന്നതായി കടന്നുവരില്ല. ഖുലഫാഉർ റാഷിദിലെ അവസാനത്തെ ആൾ വിട പറയുകയാണ്. അബൂ ത്വാലിബിന്റെയും ഫാത്തിമയുടെയും മകൻ. ഹിജ്റ കലണ്ടറിലെ 4 ദശാബ്ദങ്ങൾ നീളുന്ന ഒരു യുഗാന്ത്യത്തിന്റെ അടയാളം കുറിച്ചുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞത് ഇതുപോലൊരു റമളാൻ 21-നാണ്. അലിയാരുടെ നഷ്ടം ഉമറിന്റെ നഷ്ടം കൊണ്ടുണ്ടാക്കിയ വിടവിനെ ഒന്നുകൂടെ വിസ്താരത്തിലാക്കുന്നതായിരുന്നു. അതെ, ഒരു സമുദായം പിന്നീട് ഒരിക്കലും ഐക്യപ്പെടാത്ത രീതിയിൽ വേർപെട്ടത് ഇബ്നു മുൽജിം കിന്തയിൽ വിഷത്തിൽ മുക്കിവെച്ച വാളിനാലാണ്. പല രീതികളിലായി, പല വീക്ഷണങ്ങളിലായി തൻ്റെതായ മുദ്രകൾ ഈ സമൂഹത്തിൽ പതിപ്പിച്ചിരുന്ന അലിയാർ വിട പറയുകയാണ്. അലിയാരെ വരച്ചുകാട്ടാനോ എഴുതിയറിയിക്കാനോ ഉള്ള പദ്ധതിയല്ല, ഓർമ്മകളാണ്, അതിൻ്റെ പങ്കുവെക്കലുകളാണ്. ഇരുതലകളുള്ള വാളുമായി കുതിരപ്പുറമേറി വരുന്ന ഏതൊരു കാൽപ്പനിക സങ്കല്പത്തെയും വെല്ലുവിളിക്കുന്ന അലിയാർ എന്ന വീരനായകൻ. ദൈവമാർഗത്തിൽ ദുനിയാവിൻ്റെ അലങ്കാരങ്ങൾ ഉപേക്ഷിച്ച പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായിയെ പറ്റിയുള്ള ഓർമ്മകൾ. പിറ്റേ ദിവസം ജനങ്ങൾ അഭിസംബോധന ചെയ്ത അലിയാരുടെയും ഫാത്തിമയുടെയും മകൻ ഹസൻ പറഞ്ഞു, ഇന്നലത്തെ ദിവസം നിങ്ങളെ പിരിഞ്ഞുപോയ ആൾ അദ്ദേഹത്തിന് മുൻപോ ശേഷമോ മറ്റൊരാൾക്കും അനന്തരമായി ലഭിക്കാത്ത അറിവുകൾ ലഭിച്ച ആളായിരുന്നു. ദൈവദൂതൻ ധാരാളം പര്യവേക്ഷണങ്ങളിൽ പതാകയും നേതൃത്വവും ഏൽപ്പിച്ച ആളായിരുന്നു. വിജയം കൈവരിക്കും വരെ പോരാട്ടങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്മാറിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്ന് പരിചാരകർക്ക് വേണ്ടി മാറ്റിവെച്ച 700 ദിർഹം ഒഴിച്ച് സ്വർണമോ വെള്ളിയോ ആയ ഒന്നും തന്നെ അദ്ദേഹം ഇവിടെ ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ ആരൊരാൾക്ക് മൗലയാണോ അയാൾക്ക് അലിയും മൗലയാണ് എന്ന് പറഞ്ഞു വെച്ചത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലയോ കണ്ണുകളെ, നീ എന്തുകൊണ്ട് എന്നെ സഹായിക്കുന്നില്ല? അമീറുൽ മുഅ്മിനീനു വേണ്ടി നീ എന്തുകൊണ്ട് കണ്ണുനീരൊഴുക്കുന്നില്ല? ഉമ്മു കുൽസൂമിന് അവിടുന്നിനു വേണ്ടി കണ്ണുനീരൊഴുക്കുന്നു. ഖവാരിജുകളോട് പറയുക, അവർ എവിടെയിരുന്നാലും അവിടുന്നിന്റെ മരണത്തിന്റെ ആനന്ദം കണ്ടെത്തുന്നവർക്ക് അള്ളാഹു സംതൃപ്തി നൽകാതിരിക്കട്ടെ. ജനങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമരായവരുടെ നഷ്ടത്താൽ ഞങ്ങളെ വിഷാദത്തിലാക്കാൻ ഈ പുണ്യ റമളാനെ തിരഞ്ഞെടുക്കണമായിരുന്നു. കവി അബുൽ അസ്വദ് ദ്വാലി.